ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവാള, പിന്നെ നമുക്ക് വേണ്ടത് കൊച്ചുള്ളി. സവാളയും കൊച്ചുള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കി എരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ്. 2 തക്കാളി എടുത്ത് മീഡിയം സൈസുള്ള 2 തക്കാളി എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് മല്ലിയില. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് മസാലയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്. ഇതിൻ്റെ കറക്റ്റ് അളവ് പറയാൻ ഞാൻ അത്ര എക്സ്പേർട്ടല്ല, എങ്കിലും ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അളവിൽ നിങ്ങളെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പാത്രം എടുത്ത് അത് അടുപ്പിൽ വെച്ച് സ്റ്റവ് ഓൺ ചെയ്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്ത് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, കൊച്ചുള്ളി, തക്കാളി, പച്ചമുളക്, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവയെല്ലാം ചേർത്ത് കൊടുക്കുക. ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഈ തക്കാളിയും ഉള്ളിയെല്ലാം പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതിനായിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു പരുവാകുമ്പോഴേക്കും ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അല്പം കുരുമുളക് പൊടി എന്നിവയെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടി പിടിച്ച കരിഞ്ഞ് ചവരും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കനാണ്. ഇത്ര ചിക്കനാണ് ഞാൻ ഈ കറിക്ക് വേണ്ടി എടുക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഈ വെന്തുള്ള മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയും ഈ ചിക്കനും കൂടി ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇളക്കി മിക്സ് ചെയ്ത് നല്ലപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ മസാലയും ചിക്കനും എല്ലാം കൂടി വഴണ്ട് ചേരുകയും ചെയ്യും. ഇനി ചിക്കനിലെ വെള്ളമെല്ലാം വരും. നമ്മൾ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയ ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് ഓവർ വെള്ളമായി പോകും. എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് ചേർത്താൽ മതി. ചിക്കൻ്റെ വെള്ളമെല്ലാം ഇറങ്ങിയ ശേഷം അല്പം വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് കുറച്ചുകൂടി കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിയോ മറ്റെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കതോട് ചേർത്ത് കൊടുക്കാം. നന്നായി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ചിക്കൻ കറി റെഡിയായി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എൻ്റെ ചിക്കൻ കറി കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.